السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم ونستغفرك لما لا نعلم. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. أما بعد. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉത്തമമായ അവൻ്റെ പേരുകളിൽ അൽ അലീം, അൽ ലത്തീഫ്, അൽ ഖബീർ എന്നീ മൂന്ന് പേരുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അൽ അലീം എന്ന റബ്ബിൻ്റെ പേര് പരിശുദ്ധ ഖുർആനിൽ 150-ലധികം സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള പേരാണ്. അൽ അലീം എന്ന അള്ളാഹുവിൻ്റെ പേരിലുള്ള അവൻ്റെ സിഫത്ത്, അവൻ്റെ വിശേഷണം, അവൻ്റെ ഇൽമ് എന്ന അറിവെന്ന വിശേഷണമാണ്. അഥവാ അലീം എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ അറിവെന്നത് സകലതിനെയും വലയം ചെയ്തിരിക്കുന്ന ഒന്നാണ്. അള്ളാഹു ബാഹിറായത് അഥവാ വെളിവായി നിൽക്കുന്ന, തെളിഞ്ഞു നിൽക്കുന്ന എല്ലാം അറിയുന്നു. ബാത്തിനായത് മുഴുവൻ, ഉള്ളിലുള്ള മറഞ്ഞിരിക്കുന്നത് മുഴുവൻ അള്ളാഹു അറിയുന്നു. അവൻ പരസ്യമറിയുന്നു, രഹസ്യമറിയുന്നു. അവൻ ലോകത്തിൻ്റെ മുകൾ ഭാഗത്ത് ഉള്ളതറിയുന്നു. അതുപോലെ അവൻ ഭൂമിയുടെ അടിത്തട്ടിലുള്ളത് അറിയുന്നു. അവൻ കഴിഞ്ഞുപോയത് അറിയുന്നു. അതിലൊന്നും, അതെത്ര കാലം മുമ്പുള്ളതായാലും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് അത് പുറത്തു പോകുന്നില്ല. അവൻ ഹാദിറായത് അഥവാ വർത്തമാന കാലത്ത് ഇപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു അറിയുന്നു. ഭാവിയിൽ എന്ത് സംഭവിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അറിയുന്നു. നടക്കാത്ത കാര്യം അത് നടന്നിരുന്നുവെങ്കിൽ അതെങ്ങനെ നടക്കും എന്ന് അള്ളാഹു അറിയുന്നു. നടക്കാത്ത കാര്യമാണ്, പക്ഷെ അതെങ്ങാനും സംഭവിച്ചിരുന്നുവെങ്കിൽ അതെങ്ങനെ ഉണ്ടാകും എന്ന് അള്ളാഹു അറിയുന്നു. അതാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, വലൗ റുദ്ദു ലആദു ലിമാ നുഹു അൻ. ഖിയാമത്ത് നാളിൽ ആളുകൾ, നരകവാസികൾ അള്ളാഹുവിനോട് വിലപിക്കും, അള്ളാഹുവെ ഒന്ന് തിരിച്ചു മടക്കിയിരുന്നുവെങ്കിൽ, ഒന്ന് ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ അവസരം നൽകിയിരുന്നുവെങ്കിൽ. അള്ളാഹു അവരെ കുറിച്ച് പറയുന്നത് എന്താണ്? വലൗ റുദ്ദു, അവരെ എങ്ങാനും തിരിച്ചു മടക്കിയിരുന്നുവെങ്കിൽ, ലആദു ലിമാ നുഹു അൻ, എന്താണോ അവരോട് വിലക്കിയത് അത് തന്നെ അവർ വീണ്ടും ചെയ്യുമായിരുന്നു. അതിലേക്ക് തന്നെ അവർ തിരിച്ചു പോകുമായിരുന്നു. ഒരു മടക്കം അവിടെ അസംഭവ്യമാണ്, നടക്കുകയില്ല. പക്ഷെ അതെങ്ങാനും സംഭവിച്ചിരുന്നുവെങ്കിൽ അതെങ്ങനെ ഉണ്ടാകും എന്നത് അറിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. ആകാശങ്ങളിലോ ഭൂമിയിലോ എങ്ങാനും ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ, ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇല്ലല്ലാഹ്, അള്ളാഹുവിന് പുറമെ വല്ല ഇലാഹുകളും ഉണ്ടായിരുന്നുവെങ്കിൽ, ലഫസദതാ, ആകാശവും ഭൂമിയും ഫസാദായി പോയേനെ, നശിച്ചു പോയേനെ. അത് അംഹദിൽ മുഹാൽ, ഏറ്റവും അസംഭവ്യമായ കാര്യമാണ്. അതിനേക്കാൾ അസംഭവ്യമായത് മറ്റൊന്നില്ല. അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹു ഉണ്ടാവുക എന്നത് അതില്ല. എന്നാൽ റബ്ബ് പറയുകയാണ്, അതെങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിൽ ലഫസദതാ, ആകാശവും ഭൂമിയും തകർന്നു പോയേനെ, അത് നശിച്ചു പോയേനെ. അള്ളാഹുവിനറിയാം
ഒരിക്കലും സംഭവിക്കാത്ത കാര്യം അത് സംഭവിച്ചിരുന്നുവെങ്കിൽ അതെങ്ങനെ സംഭവിക്കുമെന്ന്. റബ്ബിൻ്റെ ഇൽമ് എന്നത് സകലതിനെയും ഉൾക്കൊള്ളുന്ന എല്ലാത്തിനേക്കാളും വിശാലമായതാണ്. റബ്ബ് പറഞ്ഞത് നോക്കൂ, വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമാ അഫലാ തതദക്കറൂൻ. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതായി സൂറത്തുൽ അൻആമിൽ നമുക്ക് കാണാം, വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമാ. എൻ്റെ റബ്ബിൻ്റെ അറിവ് എല്ലാത്തിനും വിശാലമായിരിക്കുന്നു. അഫലാ തതദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അള്ളാഹു അറിയാത്ത ഒന്നുമില്ല, ഒരു കണികയും ഇല്ല. മലക്കുകളുടെ ദുആആയി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമൻ ഫഗ്ഫിർ ലില്ലദീന താബു വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമൻ. അള്ളാഹുവേ, നിന്റെ റഹ്മത്ത് അതുപോലെ നിന്റെ അറിവ്, നിന്റെ കാരുണ്യവും നിന്റെ അറിവും എല്ലാത്തിലും വിശാലമായിരിക്കുന്നു. അഥവാ അള്ളാഹു സകലതും അറിയുന്നു, അവൻ്റെ അറിവ് എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്നു. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്. അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു മുഹീത്താണ്, അതിനെ അവൻ്റെ അറിവ് കൊണ്ട് അവൻ വലയം ചെയ്തിരിക്കുന്നു. നമുക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ തന്നെ ദുആയി സൂറത്ത് ഇബ്രാഹിമിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം, റബ്ബനാ ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅ്ലിൻ വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർദി വലാ ഫിസ് സമാ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നക തഅലമു, നീ അറിയുന്നു, മാ നുഖ്ഫി വമാ നുഅ്ലിൻ, ഞങ്ങൾ മറച്ചു വെക്കുന്നതും ഞങ്ങൾ പരസ്യമാക്കുന്നതും ഞങ്ങളുടെ റബ്ബേ നീ അറിയുന്നു. വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർദി വലാ ഫിസ് സമാ, ഭൂമിയിലോ ആകാശത്തോ അള്ളാഹുവിനെ ഒന്നും മറച്ചു വെക്കാൻ സാധ്യമല്ല. യഅലമു ഖായിനതൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. അള്ളാഹു പറയുന്നു, യഅലമു, അവൻ അറിയുന്നു, ഖായിനതൽ അഅ്യുൻ, കണ്ണിൻ്റെ ചതി അവൻ അറിയുന്നു, കണ്ണിൻ്റെ കട്ടുനോട്ടം. വമാ തുഖ്ഫി സുദൂർ, നെഞ്ചകങ്ങൾ ഒളിച്ചു വച്ചതെന്താണ് എന്ന് അള്ളാഹു അറിയുന്നു. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ഫഇന്നഹു തആല യഅലമുൽ ഐനൽ ഖായിന. ഖായിനത്തായ കണ്ണ്, ആരും അറിയാതെ കട്ടുനോക്കുന്ന കണ്ണ്, ഒളിഞ്ഞു നോട്ടം, അള്ളാഹു അതറിയുന്നു. വഇൻ അബ്ദത് അമാന, ആ കണ്ണുകൾ അല്ല ഞാൻ വിശ്വസ്തനാണ്, ഞാനങ്ങനെ വേണ്ടാത്തതിലേക്ക് നോക്കുകയില്ല എന്നാണ് ആളുകളുടെ മുന്നിൽ അഭിനയിക്കുന്നതെങ്കിലും, നമുക്ക് എത്ര മനോഹരമായ വാക്കാണത്. ഫഇന്നഹു തആല യഅലമുൽ ഐനൽ ഖായിന വഇൻ അബ്ദത് അമാന. വിശ്വസ്തനാണ് ഞാൻ എന്നാര് നടിച്ചാലും എൻ്റെ കണ്ണുകൾ എവിടെ ചതിയിലൂടെ നോക്കുന്നുണ്ട്, അഥവാ നോക്കാൻ പാടില്ലാത്തടത്തേക്ക് നോക്കുന്നുണ്ട് എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത് അറിയുന്നു. അവൻ അറിയാത്ത യാതൊന്നുമില്ല. വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത് അത് നാം അറിയുന്നു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവൻ്റെ കണ്ഠനാടിയേക്കാൾ, അവനോട് ഏറ്റവും അടുത്ത ഞരമ്പിനേക്കാൾ നാം അവനോട് അടുത്തുള്ളവരാണ്. അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ട് അള്ളാഹു അടുത്തുള്ളവനാണ്. മനസ്സിൽ ഞാൻ എന്ത് വിചാരിക്കുന്നു, നിങ്ങളെന്ത് വിചാരിക്കുന്നു, എൻ്റെ നിങ്ങളുടെ നീയത്ത് എന്താണ്, ഉദ്ദേശം എന്താണ്, അമലെന്താകട്ടെ, അമലാണ് ആളുകൾ കാണുക. ഉദ്ദേശം, നീയത്ത് എന്താണ്, ലക്ഷ്യം എന്താണ്, ആഗ്രഹം എന്താണ്, മനസ്സിൽ ഒളിപ്പിച്ചിട്ടുള്ളത് എന്താണ്, അള്ളാഹു അറിയുന്നു, റബ്ബ് അറിയുന്നു. നീ വിചാരിക്കുന്നതിന് മുമ്പ് റബ്ബിനതറിയാം, വിചാരിക്കുമ്പോൾ അറിയാം, നീ വിചാരിച്ചതിന് ശേഷം അറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാതെ പോകുന്നില്ല. അത് പറഞ്ഞ് റബ്ബ് ആളുകളോട് അതറിയാൻ പറഞ്ഞിട്ട് അത് പഠിക്കണം. വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹ്ദറൂഹു. വഅലമു, നിങ്ങൾ അറിയുക, അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും, നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അള്ളാഹു അറിയുന്നുവെന്ന് നിങ്ങൾ അറിയുക. ഫഹ്ദറൂഹു, അതുകൊണ്ട് അവനെ നിങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ നോക്കൂ, അള്ളാഹു മറ്റൊരായത്തിൽ പറഞ്ഞത് അവലാ യഅലമൂൻ, അവർ മനസ്സിലാക്കുന്നില്ല, അവരറിയുന്നില്ലേ, അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അള്ളാഹു അറിയുന്നുണ്ടെന്ന്. അതാണ് ഖുർആനിൽ അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത്, ആലിമുൽ ഗൈബ്, അവൻ ഗൈബ് അറിയുന്നവനാണ്, അദൃശ്യം അറിയുന്നവനാണ്. അല്ലാമുൽ ഗുയൂബ്, അദൃശ്യങ്ങളെല്ലാം അറിയുന്നവനാണ്.
അതാകട്ടെ അള്ളാഹുവിന് മാത്രമുള്ള വിശേഷണമാണ്. ഗൈബ് അറിയാമെന്ന് ആരെങ്കിലും വാദിച്ചാൽ, എനിക്ക് ഗൈബ് അറിയാമെന്നൊരുവൻ വാദിച്ചാൽ, അവൻ അതോടെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയി, കാഫറായി. അവനെ വിശ്വസിക്കുന്നവനും ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകും. ഗൈബ് അറിയും എന്ന് വാദിക്കുന്നവനെ ആരെങ്കിലും സത്യപ്പെടുത്തിയാൽ, അവൻ അറിയാമെന്ന് സമ്മതിച്ചു കൊടുത്താൽ, അവനും ഇവനും ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു ജ്യോത്സ്യനെയോ കാണാതായ വസ്തുക്കൾ എനിക്കറിയും, ഞാൻ പറഞ്ഞു തരാം എന്നവകാശപ്പെടുന്നവൻ, ഭാവി പ്രവചിക്കും എന്നവകാശപ്പെടുന്നവൻ, ഇങ്ങനെയുള്ളവൻ്റെ അരികിലേക്ക് ആരെങ്കിലും പോയി ഫസദ്ദഖഹു ബിമാ യഖൂൽ, എന്നിട്ട് അവൻ പറയുന്നത് സത്യപ്പെടുത്തി, അവൻ പറയുന്നത് വിശ്വസിച്ചു, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതെന്തോ അതിലവൻ അവിശ്വാസിയായിരിക്കുന്നു, കാഫിറായി പോയിരിക്കുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാണ്. ഗൈബ് അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. പറയുക, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരാളും ഗൈബ് അറിയുകയില്ല. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, അവരെപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അവർക്കറിയുകയില്ല. അതുപോലെ നോക്കൂ അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹ യഅലമു ഗൈബസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലെയും ഭൂമിയിലെയും ഗൈബ്, മറഞ്ഞ കാര്യം അറിയുന്നവനാണ് അല്ലാഹു. വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു, കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. വഇൻദഹു മഫാതിഹുൽ ഗൈബ്, ഗൈബിൻ്റെ താക്കോലുകൾ അവൻ്റെ പക്കലാണ്, ഗൈബിൻ്റെ താക്കോലുകൾ അവൻ്റെ കയ്യിലാണ്. ലാ യഅലമുഹാ ഇല്ലാഹു, അവനല്ലാതെ അതറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ളത് അറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരില പോലും വീഴുന്നില്ല അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർദ്, ഭൂമിയുടെ ഇരുട്ടുകളിലുള്ള ഒരു ഹബ്ബത്താകട്ടെ. എന്താണ് ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ? ഒരു ധാന്യമണി, ഒരു അരിമണി, അതിന് ഹബ്ബത്ത് എന്ന് പറയും. ഒരു മണലിൻ്റെ തരി, അതിനും എന്ത് പറയും? ഹബ്ബത്ത് എന്ന് പറയും. ഓരോ മണൽ തരി ഇരുട്ടുകളിലുള്ളതാകട്ടെ അള്ളാഹുവിനറിയാം. ഐനൻ, അതിൽ ഓരോന്നിനെയും അറിയാം, എല്ലാത്തിനെയും മൊത്തത്തിലുള്ള അറിവല്ല, ഓരോന്നിനെയും അള്ളാഹുവിനറിയാം. അതെവിടെയുണ്ട്, അതെപ്പോൾ വന്നു, അതിൻ്റെ ഭാവി എന്ത് അള്ളാഹുവിനറിയാം. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർദ് വലാ റത്ബിൻ വലാ യാബിസിൻ, പച്ചയോ ഉണങ്ങിയതോ ആകട്ടെ, ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആകട്ടെ, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായ ഒരു കിതാബിലുണ്ടായിട്ടല്ലാതെ ഇല്ല. അവൻ അറിയുക മാത്രമല്ല, അവൻ രേഖപ്പെടുത്തുക കൂടി ചെയ്തിരിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ സൂറത്തുൽ ലുഖ്മാനിൻ്റെ അവസാനത്തെ ആയത്ത്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അള്ളാഹുവിൻ്റെ പക്കലാണ് സാഅത്തിനെ കുറിച്ചുള്ള അറിവ്. ഖിയാമത്ത് നാൾ എപ്പോഴാണ്? വയുനസ്സിലുൽ ഗൈസ്, അവനാണ് മഴ വർഷിപ്പിക്കുന്നത്. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭപാത്രങ്ങളിലുള്ളത് അറിയുന്നത് അള്ളാഹുവാണ്. ഇത് അള്ളാഹുവിനാണ് അറിയുക, ആളുകൾക്ക് അറിയുകയില്ല. ആളുകൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്താൽ അല്ലാതെ അറിയുകയില്ല, അല്ലേ? ഒരു നുത്ഫ, അത് ഗർഭപാത്രത്തിലെത്തിയാൽ, ഒരു ബീജഗണം എത്തിയാൽ അള്ളാഹുവിന് അതിന് മുൻപേ അറിയാം, അതിന് ശേഷവും അറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുന്ന സമയമുണ്ട്, മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുന്ന സമയമുണ്ട്. 4 കാര്യങ്ങൾ മലായിക്കത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം രേഖപ്പെടുത്തും. ഇതിൻ്റെ റിസ്ക് എന്താണ്, അതുപോലെ ഇതിൻ്റെ പ്രവർത്തനം എന്താണ്, ആയുഷ് എത്രയാണ്, ഷഖിയുൻ അം സഈദ്, സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, അള്ളാഹു മലായിക്കത്തിന് അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ആണാണോ പെണ്ണാണോ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ പറയാം, ഇന്ന് ആളുകൾക്കത് നോക്കി കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, അതിനു മുമ്പ് അള്ളാഹു അവൻ്റെ പടപ്പുകളായ മലക്കുകൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ മുൻപ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കതറിയാം. പടപ്പുകളുടെ അറിവ് അത് ന്യൂനതകൾ നിറഞ്ഞ അപൂർണമായ അറിവാണ്, അതൊരിക്കലും കൃത്യമായ അറിവല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ അറിവ് അങ്ങനെയല്ല. ഓരോ മഴത്തുള്ളി അത് വീഴുന്നതിന് മുൻപ് അള്ളാഹുവിനറിയാം. അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഒന്നുമില്ല.
യാതൊന്നുമില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, ഒരാൾക്കും അറിയില്ല നാളെ ഞാൻ എന്ത് ചെയ്യുമെന്ന്, നാളത്തെ എൻ്റെ അമൽ എന്ത് എനിക്കറിയില്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ വെച്ച് മരിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. യാ സുബ്ഹാനല്ലാഹ്, നോക്കണം, എപ്പോൾ മരിക്കുമെന്നല്ല അള്ളാഹു പറഞ്ഞത്, പിന്നെ ഏത് ഭൂമിയിൽ വെച്ച് മരിക്കും. കാരണം ഏത് ഭൂമിയിൽ വെച്ച് മരിക്കും എന്നൊരാൾക്കറിയില്ല എങ്കിൽ ഉറപ്പാണ് എന്തും അറിയില്ല, അതിനേക്കാൾ അയാൾക്കറിയില്ല എന്ത് എപ്പോൾ മരിക്കുമെന്ന്. ഒരാൾ ഒരു നാട്ടിൽ തന്നെ ജീവിക്കാൻ അയാൾക്ക് ഏതാണ്ട് ഊഹിക്കാം എൻ്റെ മരണം ഇവിടെ ആയിരിക്കും. അല്ല, അള്ളാഹു എവിടെ നിൻ്റെ മരണം നടക്കണം എന്തുദ്ദേശിച്ചിടത്തേക്ക് നീ ചെല്ലും, യാതൊരു സംശയവുമില്ല. അവിടേക്ക് നീ ചെല്ലും. നീ ചിലപ്പോൾ 60-70 വയസ്സ് കാലം ഒരു നാട്ടിലാണ് ജീവിച്ചത്, ആ നാട്ടിൽ നിന്ന് എവിടെയും പോയിട്ടില്ല. എന്നാലും അള്ളാഹു ഉദ്ദേശിച്ചിടത്തല്ലാതെ നീ മരിക്കുകയില്ല. അതറിയുകയില്ലെങ്കിൽ ഉറപ്പാണ് എപ്പോൾ മരിക്കുമെന്ന് ഒരാൾക്കും അറിയുകയില്ല. അള്ളാഹു അലീമാണ്, അവൻ ഖബീറാണ്. അവൻ അലീമാണ്, അവൻ ഖബീറാണ്. അള്ളാഹു പറഞ്ഞു നോക്കൂ, അല്ലാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസ, ഓരോ പെണ്ണും ഗർഭം ചുമക്കുന്നത് എന്താണ് അള്ളാഹു അറിയുന്നു. മനുഷ്യ സ്ത്രീ ആകട്ടെ അല്ലാത്ത സ്ത്രീവർഗമാകട്ടെ. വമാ തഗീദുൽ അർഹാം വമാ തസ്ദാദ്, അർഹാം അഥവാ ഗർഭപാത്രങ്ങൾ എന്താണ്? തഗീർ. തഗീർ എന്ന് പറഞ്ഞാൽ അത് ഗൈദ് എന്ന് പറയും. ഹൈദ് എന്ന് ആർത്തവ രക്തത്തിന് പറയുന്നത് പോലെ ഗർഭിണിയായ ഒരു പെണ്ണിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തിന് ഗൈദ് എന്ന് പറയും. അഥവാ അത് കുട്ടിക്ക് ശോഷണമുണ്ടാക്കും, അതിൻ്റെ വളർച്ചയെ ബാധിക്കും, അത് വളർച്ചയെ കുറക്കും. വമ തഗീദുൽ അർഹാം വമ തസ്ദാദ്, ഗർഭപാത്രത്തിൽ നിന്ന് കൂടുന്നതെന്ത് കുറയുന്നതെന്ത്. വമ തഗീദുൽ അർഹാം, അതിൽ കുറയുന്നതെന്ത്. വമ തസ്ദാദ്, അതിൽ വർദ്ധിക്കുന്നതെന്ത്. കുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ, എല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ ഒരു കണക്കനുസരിച്ചാണ്. ആലിമുൽ ഗൈബി വശ്ശഹാദത്തിൽ കബീറുൽ മുതആൽ, അവൻ രഹസ്യവും പരസ്യവും അറിയുന്ന ഏറ്റവും വലിയവനായ ഏറ്റവും ഔന്നത്യമുള്ളവനാണ്. സഹോദരങ്ങളെ, ഈ അലീം എന്ന അള്ളാഹുവിൻ്റെ പേരിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇതുപോലെ നമ്മെ ഭയപ്പെടുത്തുന്ന, ഇതുപോലെ തെറ്റുകളിൽ നിന്ന് ദൂരെ മാറി നിൽക്കാൻ കൽപ്പിക്കുന്ന ഇതുപോലെ ഒരു ഉപദേശം വേറെയില്ല അള്ളാഹുവിൻ്റെ അലീം എന്ന പേരിനോളം. ഇമാം മുഹമ്മദ് അമീൻ ശൻഖീത്തി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, അജ്മഅൽ ഉലമാ, പണ്ഡിതന്മാർ ഏകോപിച്ച അഭിപ്രായമുള്ള കാര്യമാണ്, അല അന്നഹു അക്ബറു വാഇദിൻ വഅഅദമു സാജിറിൻ നസല മിനസ് സമാഇ ഇലൽ അർദ്, ആകാശത്ത് നിന്ന് ഭൂമിയേക്ക് ഇറങ്ങിയ ഏറ്റവും വലിയ ഉപദേശം, ഏറ്റവും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഭയപ്പെടുത്തുന്ന കാര്യം ഇതാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നു എന്നത്. എന്നിട്ട് പണ്ഡിതന്മാർ അതിന് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. പല ദർസുകളിൽ നിങ്ങളത് കേട്ടിട്ടുണ്ടാകും. അതായത് ഒരു നാട്ടിലൊരു ശക്തനായ അടക്കി ഭരിക്കുന്ന വലിയ ശിക്ഷ നൽകുന്ന ഒരു ഭരണാധികാരിയുണ്ട്. അയാളുടെ സൈന്യങ്ങളും അയാളുടെ ഉദ്യോഗസ്ഥന്മാരും ആ നാട്ടിൽ നിറയെ ഉണ്ട്. ആളുകൾ എന്ത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും എന്ത് ചെയ്താലും അത് അയാളുടെ ചെവിയിൽ എത്തിച്ചു കൊടുക്കാൻ ആളുകളുണ്ട്. എത്ര മര്യാദക്കാരായിട്ട് ആയിരിക്കും ആ നാട്ടിലെ ജനങ്ങൾ, എത്ര മര്യാദക്കാരായിട്ടായിരിക്കും ആ ജനങ്ങൾ ജീവിക്കുക. കടുത്ത ശിക്ഷ പേടിക്കുകയാണ്. അയാൾ അറിയും, എന്തനങ്ങിയാൽ അയാൾ അറിയും. ആ രൂപത്തിലാണ് ഒരു നാട്ടിലെ വ്യവസ്ഥയെങ്കിൽ. യാ സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഹാദാ ഖാലിഖുസ് സമാവാതി വൽ അർദ്, ഇത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ റബ്ബ്, അൽ മലിക്കുൽ ജബ്ബാർ, എല്ലാ രാജാക്കന്മാരുടെയും രാജാവായ യഥാർത്ഥ രാജാവായ റബ്ബ്, ഏറ്റവും വലിയ അധികാരിയായ റബ്ബ്, യുഖ്ബിറുഹും, അവരതാ ജനങ്ങൾ അറിയിച്ചിരിക്കുന്നു, ഫി ആയാതി കിതാബിഹ്, അവൻ്റെ കിതാബുകളിലെ ആയത്തുകളിലൂടെ. എത്രയുണ്ട് ആയത്തുകൾ, ലാ തകാദു തുഖല്ലിബു വറഖതൻ വാഹിദ മിൻ ഔറാഖിൽ മുസ്ഹഫിൽ കരീം, നീ മുസ്ഹഫിലെ ഏതാണ്ട് ഓരോ പേജ് മറിച്ചാലും, ഏതാണ്ട് ഏത് പേജ് മറിച്ചാലും, ഇല്ലാ വജദ്ത ഫീഹാ ഹാദൽ വാഇദൽ അക്ബർ വസ്സാജിറൽ അഅദം, ഈ ഏറ്റവും വലിയ ഉപദേശം, ഈ ഏറ്റവും തിന്മകളിൽ നിന്നെ അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന വാക്ക് നിനക്ക് കാണാം. അള്ളാഹു, നീ വായിക്കുകയാണ് മുസ്ഹഫിൽ, ബികുല്ലി ഷൈഇൻ അലീം, എല്ലാം അറിയുന്നവൻ, അല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവൻ. സുബ്ഹാനല്ലാഹ്. അത് ഏറ്റവും ഒരാൾ ഭയപ്പെടേണ്ട കാര്യമാണ്, ഏറ്റവും നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളുടെ
കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു അവൻ്റെ അലീം എന്ന പേര് ഖുർആനിൽ ധാരാളമായി പറഞ്ഞത് കാണാം. അമലുകളുടെ കാര്യം പറഞ്ഞപ്പോൾ. അതുകൊണ്ട് നീ ഏത് കർമ്മം ചെയ്യുമ്പോൾ അത് ഏറ്റവും നിനക്ക് സാധിക്കുന്നത്ര നന്നായി ചെയ്യുക. അള്ളാഹു അറിയുന്നുണ്ട്. തിന്മകൾ ചെയ്യുമ്പോൾ നീ അതിലേക്ക് പ്രേരണ തോന്നുമ്പോൾ പേടിക്കുക. അള്ളാഹു അറിയുന്നുണ്ട്. അതാണ് അവൻ്റെ അലീം എന്ന പേര്. ഇനി നോക്കൂ സഹോദരങ്ങളെ, അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞ രണ്ട് പേരുകളാണ് അൽ ലത്തീഫ്, അൽ ഖബീർ എന്നീ രണ്ട് പേരുകൾ. അൽ ഖബീർ എന്ന പേര് അള്ളാഹുവിൻ്റെ അറിവിനെ സൂചിപ്പിക്കുന്ന പേരാണ്. പക്ഷേ അതും അലീമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖബീർ എന്നത് രഹസ്യമായ സൂക്ഷ്മമായതും രഹസ്യമായതും അറിയുന്നതിനെ സൂചിപ്പിക്കുന്ന പേരാണ് ഖബീർ എന്നത്. അള്ളാഹുവിൻ്റെ ചില പേരുകൾ അത് ചില പേരിൻ്റെ വിശദീകരണമായിരിക്കും. അലീം എന്നത് ആമാണ്. ഖബീറിൻ്റെ അർത്ഥവും ഏതിൽ ഉൾക്കൊണ്ടു? അലീമിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഖബീർ എന്ന പേരിൻ്റെ അർത്ഥവും അലീം എന്ന പേരിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഖബീർ എന്നത് അലീം എന്ന പേരിൻ്റെ അർത്ഥത്തിലെ ഒരു ഭാഗം സൂചിപ്പിക്കുന്ന പേരാണ്. അഥവാ സൂക്ഷ്മമായത്, വളരെ നിസാരമായത്, വളരെ ചെറുത്, രഹസ്യമായത്, ഇതെല്ലാം അറിയുന്നവനാണ് ഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബീറാണ്. ഈ രണ്ട് പേരുകൾ ലത്തീഫും ഖബീറും എന്ന പേര് ഖുർആനിൽ പലയിടങ്ങളിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് അല്ലാഹു പറഞ്ഞു ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാറ വഹുവൽ ലത്തീഫുൽ ഖബീർ. ലാ തുദ്രികുൽ അബ്സാർ, കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല. ഈ ദുനിയാവിൽ ഒരാൾക്കും കണ്ണുകൊണ്ട് അവനെ അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല. വഹുവ യുദ്രികുൽ അബ്സാർ, എന്നാൽ അള്ളാഹു കണ്ണുകളെ കാണുന്നു. വഹുവൽ ലത്തീഫുൽ ഖബീർ, അവൻ ലത്തീഫും ഖബീറുമാണ്. അതുപോലെ നോക്കൂ സുബ്ഹാനല്ലാഹ്, ലുഖ്മാൻ എന്ന ആ ഹിക്മത്തുള്ള പഴയകാലത്ത് ജീവിച്ച സാലിഹായ ആൾ, ഖുർആനിൽ അള്ളാഹു അദ്ദേഹത്തിന് ഹിക്മത്ത് നൽകിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്ത് തന്നെ ഉണ്ട് ഖുർആനിലെ, സൂറത്തുൽ ലുഖ്മാൻ. ഒരുപാട് വിഷയങ്ങൾ, മഹത്തരമായ വിഷയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള സൂറത്താണ്. ലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ് എന്ന് തുടങ്ങി അള്ളാഹു ലുഖ്മാൻ മകന് നൽകിയ ഉപദേശം പറയുന്നുണ്ട്. അതിൽ മകനോട് ലുഖ്മാൻ നൽകിയ ഉപദേശം മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഉപദേശമാണ്. അതിനോളം കൊടുക്കാൻ നല്ല എന്തുപദേശമാണുള്ളത്? എന്ത് പറഞ്ഞാണ് പേടിപ്പിക്കേണ്ടത്? അല്ലേ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുക. യാ ബുനയ്യ, ഓ എൻ്റെ മകനെ, ഓ എൻ്റെ കുഞ്ഞുമകനെ, ഇന്നഹ ഇൻ തകു മിത്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫി സഖറത്തിൻ ഔ ഫി സ്സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹ അല്ലാഹ് ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിത്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരണുമണി തൂക്കമുള്ള ഒരു കാര്യമാകട്ടെ, ഫതകുൻ ഫി സഖറത്തിൻ, അതൊരു പാറക്കല്ലിൻ്റെ ഉള്ളിലാകട്ടെ, ഔ ഫി സ്സമാവാത്ത്, അല്ലെങ്കിൽ ആകാശങ്ങളിൽ എവിടെയെങ്കിലും ആകട്ടെ, ഔ ഫിൽ അർദ്, അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലും ആകട്ടെ, യഅതി ബിഹ അല്ലാഹ്, അള്ളാഹു അത് കൊണ്ടുവരും. പ്രധാനപ്പെട്ട രണ്ട് തഫ്സീറുകൾ ആ വാചകത്തിനുണ്ട്. ഒന്ന്, എത്ര ചെറിയ അമലാകട്ടെ അള്ളാഹു ഇത് കാണും. എവിടെയും നിനക്ക് ഒളിച്ചു വെക്കാൻ സാധ്യമല്ല. ആരിൽ നിന്ന് മറച്ചു വെച്ചാലും അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കുക സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ലജ്ജ നിനക്കുണ്ടാകട്ടെ, അള്ളാഹു കാണുന്നെന്ന ലജ്ജ നിനക്കുണ്ടാകണം. അതുപോലെ മറ്റൊരു തഫ്സീർ, നിന്റെ റിസ്ക് അത് എത്ര ചെറുതാകട്ടെ, അത് എവിടെ ആകട്ടെ, അത് നിന്നെ തേടി വരും. അള്ളാഹു അത് നിനക്ക് കൊണ്ടുവന്നു തരും. ആർക്കും അത് മുടക്കാൻ സാധ്യമല്ല. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ, അള്ളാഹു ലത്തീഫാണ്, അതുപോലെ ഖബീറാണ്. അപ്പോൾ നോക്കൂ, ഖബീർ എന്ന പേര് അത് രഹസ്യമായത്, ചെറുത് അറിയുന്നവൻ എന്ന അർത്ഥത്തിലാണ്. നോക്കൂ, അള്ളാഹു പറഞ്ഞത് ഈ രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞ മറ്റൊരു ഇടമാണ്. അലാ യഅലമു മൻ ഖലഖ്, സൂറത്തുൽ മുൽക്കിലെ ആയത്ത്. അലാ യഅലമു മൻ ഖലഖ്, സൃഷ്ടിച്ചവനായവൻ അറിയുകയില്ലേ? എന്താണ് ബാക്കി? അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ, അവനാണ് ലത്തീഫും ഖബീറുമായവൻ. ഇതാണ് ഖബീറിൻ്റെ അർത്ഥം. ഇനി നോക്കൂ, അള്ളാഹുവിൻ്റെ അൽ ലത്തീഫ് എന്ന പേര് എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ ഒരു അർത്ഥം ഖബീറിൻ്റെ അർത്ഥമാണ്, ഒരർത്ഥം ഖബീറിൻ്റെ അർത്ഥമാണ്. കാരണം ലത്തീഫത്ത് എന്ന് പറയും, വളരെ നിസാരമായതിന് എന്ത് പറയും? ലത്തീഫത്ത്. പെട്ടെന്ന് കാണാൻ സാധിക്കാത്തൊരു കാര്യത്തിന് ലത്തീഫത്ത് എന്ന് പറയും. ഫായിദ ലത്തീഫ എന്ന് പറയും. വളരെ ഒരു സൂക്ഷ്മമായ ഒരു ഗുണപാഠം എന്നർത്ഥത്തിൽ.
അപ്പോൾ ഒരർത്ഥം ഖബീറിൻ്റെ അർത്ഥമാണ്, അഥവാ സൂക്ഷ്മമായത് രഹസ്യമായത് അറിയുന്നവൻ. രണ്ടാമത്തെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളോട് ലുത്ഫുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അവരോട് ദയയുള്ളവനാണ്. ലുത്ഫ് എന്നാൽ ദയ എന്നതിനർത്ഥമുണ്ട്, കാരുണ്യം, ദയ എന്നർത്ഥം. അള്ളാഹു അടിമകൾക്ക്, പ്രത്യേകിച്ച് അവൻ്റെ സാലിഹുകളായ അടിമകൾക്ക്, അവർക്ക് നന്മയാകുന്ന കാര്യം ശരിക്കും ശ്രദ്ധിക്കണം. മുഅ്മിനുകൾക്ക്, അവൻ്റെ അടിമകൾക്ക്, പ്രത്യേകിച്ച് സാലിഹുകളായ അവൻ്റെ അടിമകൾക്ക് അവർക്ക് നന്മയാകുന്ന കാര്യം അവരൊരിക്കലും ചിന്തിക്കാത്ത വഴിയിലൂടെ എത്തിച്ചു കൊടുക്കുന്നവനാണവൻ. ആ അർത്ഥം സൂചിപ്പിക്കുന്ന പേരാണെന്ത്? ലത്തീഫ് എന്ന പേര്. നോക്കൂ, പണ്ഡിതന്മാർ പറയുന്നത് അല്ലദി യൂസിലു ഇലാ ഇബാദിഹി മസാലിഹഹും ബിലുത്ഫിഹി വ ഇഹ്സാനിഹി. അവൻ്റെ അടിമകൾക്ക് അവർക്ക് നന്മയാകുന്ന കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവനാണവൻ, അവൻ്റെ ദയയും നന്മയും കൊണ്ട്. മിൻ തുറുഖിൻ ലാ യശ്ഉറൂന ബിഹാ, അവർക്ക് അറിയാൻ സാധിക്കാത്ത വഴിയിലൂടെ, അവരൊരിക്കലും വിചാരിക്കാത്ത വഴിയിലൂടെ. അൽ-ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തൻ്റെ പ്രസിദ്ധമായ നൂനിയ അൽ കാഫിയ ഷാഫി എന്ന കവിതയിൽ പറയുകയുണ്ടായി, വഹുവ ലത്തീഫു ബിഅബ്ദിഹി വലിഅബ്ദിഹി. അവനാണ് ലത്തീഫായവൻ, അവൻ്റെ അടിമയോട് ലത്തീഫായവനാണവൻ, അഥവാ അവന് കരുണ ചൊരിയുന്നവനാണ്. വലിഅബ്ദിഹി, അവൻ്റെ അടിമക്ക് വേണ്ടി വിചാരിക്കാത്ത വഴിയിലൂടെ നന്മ കൊടുക്കുന്നവനാണ്. വല്ലുത്ഫു ഫി ഔസാഫിഹി നൗആനി. ലുത്ഫ് എന്നത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ രണ്ടിനമുണ്ട്. ഒന്ന് ഇദ്റാഖു അസ്റാറിൽ ഉമൂരി ബിഖിബ്റത്തിൻ, ഒന്ന് രഹസ്യമായ കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുക. വല്ലുത്ഫു ഇൻദ മവാഖിഇൽ ഇഹ്സാനി, അതുപോലെ അവന് നന്മ എത്തിച്ചു കൊടുക്കുന്ന ഇടങ്ങളിലുള്ള അള്ളാഹുവിൻ്റെ ലുത്ഫ്. ഫയുരീക ഇസ്സതഹു വയുബ്ദി ലുത്ഫഹു, അള്ളാഹുവിൻ്റെ ഇസ്സത്ത്, അവൻ്റെ പ്രതാപം അവൻ നിനക്ക് കാണിച്ചു തരും, അവൻ്റെ ലുത്ഫും അള്ളാഹുവിൻ്റെ ദയയും നിനക്ക് കാണിച്ചു തരും. വൽ അബ്ദു ഫിൽ ഗഫലാത്തി അൻ ദശ്ശഅനി, ആ കാര്യത്തെക്കുറിച്ച് അടിമ വിചാരിച്ചിട്ട് കൂടി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു, മുഅ്മിനായ സഹോദര, നീ മനസ്സിലാക്കണം, അള്ളാഹു നിന്നോട് ലത്തീഫാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ലത്തീഫും ബിഇബാദിഹി, അവൻ്റെ അടിമകളോട് ലത്തീഫാണ്. അതുകൊണ്ട് അള്ളാഹു നിനക്ക് വിധിക്കുന്ന കാര്യം, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണോ, അള്ളാഹു നിനക്ക് വിധിച്ചിട്ടുള്ള കാര്യം അത് ഏറ്റവും നല്ല വിധിയാണ്. പക്ഷെ ആ വിശ്വാസം നിനക്കുണ്ടായിരിക്കണം. ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യൂഖിനൂൻ. വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ, അള്ളാഹുവിനേക്കാൾ നല്ല വിധി വിധിക്കുന്നവൻ ആരുണ്ട്? പക്ഷെ ആർക്കാണ് അത് തിരിച്ചറിയാൻ സാധിക്കുക? ആർക്കാണ്? ലിഖൗമി യൂഖിനൂൻ, ഉറച്ച വിശ്വാസമുള്ള, യഖീനുള്ള ആൾക്ക്. നമ്മൾ വിചാരിക്കും ചില കാര്യങ്ങൾ നമുക്ക് ഷർറാണ്, നമ്മളാകെ ബുദ്ധിമുട്ടിലായി, എന്നാൽ അത് മുഖേന അള്ളാഹു വെച്ചിട്ടുള്ള റഹ്മത്തുകൾ ഒരാൾ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹു വിധിച്ചതല്ലാതെ വേറൊന്നും ഒരാൾ ആഗ്രഹിക്കുകയില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്കാണ്, ഒരാൾ അള്ളാഹു തനിക്ക് വിധിച്ചതിന് പിന്നിലുള്ള നന്മ അറിഞ്ഞിരുന്നുവെങ്കിൽ റബ്ബ് വിധിച്ചതല്ലാതെ വേറൊന്നും അവൻ കൊതിക്കുമായിരുന്നില്ല. അതാണ് മഹാനായ അള്ളാഹുവിൻ്റെ നബി യൂസുഫ് അലൈഹിസ്സലാം അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച നബിയാണ് യൂസുഫ് അലൈഹിസ്സലാം. അൽ കരീം, ഏറ്റവും മാന്യതയുള്ള, മാന്യനായവർ. ഇബ്നുൽ കരീം, ഒരു കരീമിൻ്റെ മകനാണ്, മറ്റൊരു മാന്യനായവരുടെ അഥവാ യാക്കൂബിൻ്റെ മകനാണ്. ഇബ്നുൽ കരീം മറ്റൊരു കരീമിൻ്റെ മകനാണ്, അഥവാ ഇസ്ഹാഖിൻ്റെ മകനാണ്. ഇബ്നുൽ കരീം ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മകൻ. യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബിയുടെ ചരിത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? സൂറത്ത് എടുത്തു നോക്കൂ നിങ്ങൾ. ഒരു സംഭവം കഴിഞ്ഞാൽ അതിൽ നിന്ന് നേരെ മറ്റൊരു തീർത്തും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്ക്, അതിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക്, ഇങ്ങനെ മാറി മറിയുന്ന അവസ്ഥാന്തരങ്ങളുടെ കഥയാണ് ആരുടെ കഥ? യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കഥ. ഉപ്പയുടെ കൂടെ വാത്സല്യങ്ങളേറ്റ് കഴിയുന്ന യൂസുഫ് അലൈഹിസ്സലാം അത് ഒരു പൊട്ടക്കിണറ്റിൽ വീണ് കിടക്കുകയാണ്. അവിടെ നിന്ന് അടിമയാടി വിൽക്കപ്പെടുകയാണ്. വേറൊരു നാട്ടിലേക്ക്, മിസ്റിലേക്ക്, അവിടെ ഒരു വീട്ടിലെ ആളായി എത്തുകയാണ്. നല്ലൊരു വീട്ടിലെത്തുന്നു. പിന്നെ അവിടെ നിന്ന് ജയിലിലെത്തുന്നു, അവിടെ നിന്ന് കൊട്ടാരത്തിലെത്തുന്നു. സുബ്ഹാനല്ലാഹ്. യൂസുഫ് അലൈഹിസ്സലാം ആ ഖുർആനിൽ, ആ സൂറത്തിൽ, ആ കഥയുടെ അവസാനം ഉപ്പയെയും
സഹോദരങ്ങളെയും എല്ലാം തിരിച്ചു കിട്ടിയ സന്ദർഭത്തിൽ യൂസുഫ് അലൈഹിസ്സലാം മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ തിരിച്ചു കിട്ടിയ ആ അവസരത്തിൽ ആ സ്വപ്നത്തിനും അതിൻ്റെ പൂർത്തീകരണത്തിനുമിടയിൽ പല മുഫസ്സിറുകളും അഭിപ്രായപ്പെട്ടത് 40ഓളം വർഷങ്ങളുണ്ടായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, 40ഓളം വർഷങ്ങൾ അതിനിടയിലുണ്ടായിരുന്നാണ്. ഉമ്മയും പിരിഞ്ഞിട്ട് കണ്ടുമുട്ടുന്നതിനിടയിൽ യാതൊരു സംശയവുമില്ല അതിൽ. കാരണം ആ വർഷങ്ങൾ ഖുറാനിൽ ആ സംഭവങ്ങൾക്കിടയിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കിണറ്റിലിടുമ്പോൾ ചെറിയ കുട്ടിയായിരുന്നു, അവിടെ എത്തി കൊട്ടാരത്തിലെത്തി യുവാവായി എന്ന് കാണാം. അതുപോലെ ജയിലിൽ പല വർഷങ്ങൾ താമസിച്ചു എന്ന് കാണാം. അതിനുശേഷം കൊട്ടാരത്തിലെത്തി 7 വർഷത്തെ ക്ഷാമം, 7 വർഷത്തെ ക്ഷേമം, പിന്നെ മഴയുടെ വർഷം, ഇങ്ങനെ പല സംഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഈ കാലത്തിനിടയിൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞുപോയി എന്ന് മുഫസ്സിറുകൾ പലരും അഭിപ്രായപ്പെട്ടു. 40 എന്ന് വരെ അഭിപ്രായപ്പെട്ട മുഫസ്സിറുകളുണ്ട്. അവസാനം യൂസുഫ് അലൈഹിസ്സലാം പറയുന്ന ആ സൂറത്തിൻ്റെ അവസാനം ഭാഗത്ത് നമുക്ക് കാണാവുന്ന റബ്ബിനെ കുറിച്ച് യൂസുഫ് അലൈഹിസ്സലാം പറയുന്ന വാക്കാണ് ഇന്ന റബ്ബി ലത്തീഫുൽ ലിമാ യശാ. എൻ്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് അതിൽ ലത്തീഫാണ്, വിചാരിക്കാത്ത വഴിയിലൂടെ അത് നടപ്പിലാക്കുന്നവനാണ് എൻ്റെ റബ്ബ് എന്ന് യൂസുഫ് അലൈഹിസ്സലാം പറയുക. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആരാണ് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ആ കുട്ടി നാളെ മിസ്റിലെ വലിയ രാജാവിൻ്റെ അടുത്ത് വലിയ സ്ഥാനമുള്ള, വലിയ ഭരണത്തിൽ വലിയ പങ്കാളിത്തമുള്ള ആളായിത്തീരുമെന്ന് ആർക്ക് പറയാൻ കഴിയും? അള്ളാഹു അവിടേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അവിടെ എത്തിക്കാൻ റബ്ബ് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിലേക്കുന്ന വഴിയാണ് യഥാർത്ഥത്തിൽ. സഹോദരങ്ങൾ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലിട്ടു, അവിടെ എത്താൻ അത് കാരണമായിട്ടുണ്ട്, അല്ലേ? യൂസുഫ് അലൈഹിസ്സലാം ജയിലിലകപ്പെട്ടു, കൊട്ടാരത്തിലെത്താൻ അത് കാരണമായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പദവികൾ യൂസുഫ് അലൈഹിസ്സലാമിന് നൽകാൻ ഇതെല്ലാം കാരണമാണ്. ഇന്ന റബ്ബി ലത്തീഫുൻ ലിമാ യശാ. ഒരാൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുന്നത് ശിർക്കിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെടുത്ത അള്ളാഹുവിൻ്റെ ലുത്ഫാണ്, അവനോടുള്ള റബ്ബിൻ്റെ ലുത്ഫാണ്, അള്ളാഹുവിൻ്റെ ദയയാണത്. തിന്മകളിൽ നിന്ന് കാത്തിരക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ ലുത്ഫാണ്. നമ്മുടെ റിസ്ക് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തരുന്നത് അവൻ്റെ ലുത്ഫാണ്. അള്ളാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ. ഖുർആനിൽ നമുക്ക് കാണാം അള്ളാഹു അവൻ്റെ അടിമകളോട് ലത്തീഫാണ്, യർസുഖു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ റിസ്ക് നൽകുന്നു. അതുപോലെ നോക്കൂ, ബുദ്ധിമുട്ടുകളിൽ, പ്രയാസങ്ങളിൽ നമ്മൾ അള്ളാഹു പോംവഴി കാണിച്ചു തരിക എന്ന് പ്രതീക്ഷിക്കുക, അതിൽ തന്നെ അള്ളാഹുവിൻ്റെ ലുത്ഫുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകം വായിച്ച് ഞാൻ അടുത്ത ഈ ഇസ്മിൻ്റെ വിശദീകരണം അവസാനിപ്പിക്കട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം പറയുകയാണ് ഫഇന്ന ഇന്തിദാറഹു വമുതലഅതഹു വതറഖുബഹു. ഒരാൾ ഒരു ബുദ്ധിമുട്ടിൽ അകപ്പെട്ട് അയാൾ അള്ളാഹു ഒരു വഴി കാണിച്ചു തരും, അള്ളാഹു ഒരു തുറവി തരും എന്ന് കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പ് തന്നെ യുഖഫിഫു ഹംലൽ മശഖ, അത് ആ ബുദ്ധിമുട്ടിൻ്റെ ഭാരം കുറക്കും. വലാ സിയ്യമാ ഇൻദ ഖുവ്വത്തി റജാ ഔൽ ഖത്ഇ ബിൽ ഫറജ്. പ്രത്യേകിച്ച് ഒരാൾക്ക് അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ അത് ശക്തിപ്പെടുമ്പോൾ, റബ്ബ് വഴി കാണിച്ചു തരും എന്ന ഉറപ്പ് ഒരാളുടെ മനസ്സിലുണ്ടാകുമ്പോൾ ഫഇന്നഹു യജിദു ഫി ഹശ്വിൽ ബലാ, ആ പരീക്ഷണത്തിൻ്റെ നടുവിൽ അവന് ആ സമയത്ത് അനുഭവിക്കാൻ സാധിക്കും മിൻ റൗഹിൽ ഫറജ് വനസീമിഹി വറാഹതിഹി. അള്ളാഹു കാണിച്ചു തരുന്ന പോംവഴിയുടെ കാറ്റ്, അള്ളാഹു കാണിച്ചു തരുന്ന തുറവിയുടെ പരിമളം, അതൊരുവൻ ആ സമയത്ത് അനുഭവിക്കാൻ കാണിക്കും. മാ ഹുവ മിൻ ഖഫീൽ അൽതാഫ്, ഇത് അള്ളാഹുവിൻ്റെ ലുത്ഫിൽ ഒന്നാണ്. വമാ ഹുവ ഫറജുൻ മുഅജ്ജലുൻ, അതുപോലെ അത് പോംവഴി തന്നെയാണ്. അള്ളാഹു പോംവഴി കാണിച്ചു തരുമെന്ന ഉറച്ച പ്രതീക്ഷ ഉണ്ടല്ലോ, അത് തന്നെ യഥാർത്ഥത്തിൽ ആശ്വാസമാണ്, അത് പോംവഴിയാണ്. വബിഹി വബിഗൈരിഹി, ഇതൊരുവൻ ചിന്തിച്ചാൽ, ഇതല്ലാത്തത് ചിന്തിച്ചാൽ യഫ്ഹം, അവന് മനസ്സിലാകും മഅന ഇസ്മിഹിൽ ലത്തീഫ്, അള്ളാഹുവിൻ്റെ ലത്തീഫ് എന്ന പേരിൻ്റെ അർത്ഥം ഒരുവന് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെക്കുറിച്ച് പഠിക്കുന്ന, അവനെക്കുറിച്ച് ഇൽമുള്ളവരിൽ, അവനെ ഭയപ്പെടുന്ന മുഅ്മിനുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.